നമസ്കാരം. നമസ്കാരം. നവ്യദീക്ഷയിലേക്ക് സ്വാഗതം. സാർ, നമ്മുടെ കഴിഞ്ഞ EFTയുടെ വർക്ക്ഷോപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരാളുടെ ഒരു എന്താ പറയുക സംശയമായിരുന്നു. പുള്ളിക്കാരത്തി വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ, പുള്ളിക്കാരത്തിക്ക് കാശ് വരുന്നുണ്ട്, നല്ല ജോലിയുണ്ട്, അല്ലാണ്ട് തന്നെ വരുമാനമുണ്ട്, ഇൻകം വരുന്നുണ്ട്. പക്ഷെ ഒരു മാസം എൻഡ് ആവുമ്പോൾ എത്ര വന്നാലും അതൊന്നും കൈ നിൽക്കുന്നില്ല, ചോർന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. അതിന് നമ്മളുടെ EFTയിൽ തന്നെ എന്താണ് ഉപാധി? EFTയിലെ ഉപാധി പറയുന്നതിന് മുന്നേ അതിൻ്റെ റീസൺ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. EFT കൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാം, എല്ലാം ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വരാൻ കാരണമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചലഞ്ചാണിത്. വളരെ കോമൺ എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ടുള്ള ചലഞ്ചാണ്. ഒരുപാട് ആൾക്കാർക്ക് കാശ് വരുന്നുണ്ട്, പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല. അവർക്ക് ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊന്നും ഇല്ല. കാശ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പൈസ വരും, എന്തെങ്കിലും ഒരു ചിലവ് വരും, ആ കാശ് തീരും, അല്ലെങ്കിൽ കുറച്ച് സേവ് ചെയ്യും, അതിന് വേണ്ടി ഒരു ചിലവ് വരും, തീരും എന്നാണ് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നത്. ഇത് കുറച്ച് നമുക്ക് പുറകോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡിൽ കണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. എപ്പോഴും വീട്ടിൽ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാൻ, പുതിയ സാധനങ്ങൾ മേടിക്കാൻ, പിന്നെ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ എപ്പോഴും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ വളരെ വളരെ കോഷ്യസ് ആണ്. അവർ എപ്പോഴും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം, പുതിയ പുതിയ സാധനങ്ങൾ മേടിക്കണം വീട്ടിൽ. ഞാൻ അടുത്തൊരു സ്ഥലത്ത് നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. 2 വർഷം മുന്നേ മേടിച്ച സോഫ സെറ്റാണ്. അവർ സോഫ സെറ്റ് മാറ്റിയപ്പോൾ പുതിയ സോഫ സെറ്റ് ഇട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ പറഞ്ഞു അതൊരു പഴയ ഡിസൈനാണ്, ഇതൊരു പുതിയ ഡിസൈൻ കണ്ടു വാങ്ങിച്ചു. അങ്ങനെ പല ഡൈനിങ് ടേബിൾ മാറ്റുന്നു, ഫ്രിഡ്ജ് മാറ്റുന്നു, വാഷിംഗ് മെഷീൻ മാറ്റുന്നു. മാത്രമല്ല അടുത്ത ഏറ്റവും കൂടുതൽ പ്രവണത എന്ന് വെച്ചാൽ മൊബൈൽ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ പുതിയ മൊബൈൽ മേടിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ മൊബൈലിന് ഒരു പ്രശ്നവുമില്ല. മൊബൈലിൽ അകപ്പാടെ വളരെ കുറച്ച് കാര്യങ്ങളാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷേ പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പുതിയ മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഇതിൻ്റെ റീസൺ ചെറുതിലേ നമ്മൾ കണ്ടിട്ടുള്ള പുതിയ സാധനങ്ങളോട് കൂടിയുള്ള ഒരു ക്രേസാണ്. കൂടാതെ പുതിയൊരു ഹാബിറ്റ് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിക്കുക, ലഞ്ച് കഴിക്കുക, പുതിയ ഹാബിറ്റാണത്. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഒരു 100 റുപ്പീസിനകത്ത് ഒരു 4 പേരുടെ കാര്യം തീരുന്ന സാധനം റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ 1500 റുപ്പീസ് ആവും. ഇതൊരു പക്ക മാനേജ്മെൻറ്റോട് കൂടിയാണ് ഇത് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഒരു മാനേജ്മെൻറ്റും ഇല്ല. കയ്യിൽ കാശ് തീരുമ്പോൾ മാത്രമേ കാശ് തീർന്നു എന്ന് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായോ? ഇത് ഒരു റോങ് പ്രോഗ്രാമിംഗ് ആണ്. ആൾക്കാർക്ക് പൈസ എവിടെ, ഈ പൈസ കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ധാരണ ഇല്ല. ഈ ഒരു അസുഖം എന്ന് വേണമെങ്കിൽ പറയാം, ഇതൊരു മാരകമായ രോഗമാണ്. ഈ മാരകമായ അസുഖം കൂടിയാണ് വരുന്നത്. പല വീട്ടിലും ചില സ്ഥലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീടൊന്ന് റിനോവേറ്റ് ചെയ്യും, ബാത്റൂമിൻ്റെ ടൈൽസ് മാറ്റുന്നു, വാഷ് ബേസിൻ TV മാറ്റുന്നു. ഇതൊരു അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ചലഞ്ചാണ് കയ്യിൽ കാശ് നിൽക്കാത്തത്. നമ്മൾ ചെറിയ സ്പെൻഡിങ്, ഈ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും, അതും കയ്യിൽ ആവശ്യമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഈ കാശ് സ്പെൻഡ് ഒരു സാധനം മേടിക്കുമ്പോൾ ഇതെങ്ങനെയാണ് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്ന് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ സ്പെൻഡിങ് ഭയങ്കരമായിട്ട് കുറയും. ഒരു സാധനം മേടിക്കാൻ പോകുന്നു, ഈ സാധനം ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടോ, ഈ സാധനം എനിക്കിപ്പോൾ ആവശ്യമുണ്ടോ, ഇതെനിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കിയാൽ ശരിക്കും പല സാധനങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും.
മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് ഈ ഓട്ടക്കൈ എന്നൊക്കെ ആൾക്കാർ പറയണത്. പലരും കാശ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. പോക്കറ്റിലിരിക്കുന്ന കാശ് തീരണത് ആൾക്കാർക്ക് അറിയത്തില്ല. ഇത് കാശ് തീർന്നു കഴിഞ്ഞാൽ ഒരു 20-ാം തീയതി ഒക്കെ ആകുമ്പോൾ കാശ് തീരും. 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഇങ്ങനെ സ്പെൻഡിങ് ഇല്ല. ഞാൻ പറഞ്ഞത് ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ കാറ്റഗറിയിലാണ്. അവർക്കില്ല. അവർക്ക് എത്ര കാശ് കിട്ടിയാലും തീരും. ലോട്ടറി അടിക്കുന്ന ആൾക്കാരെ പറ്റി അറിയാമോ? ലോട്ടറി അടിക്കുന്ന ആൾക്കാർ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ കാശ് ലക്ഷങ്ങളോ കോടികളോ വളരെ പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമാകും. അവർക്ക് ആ ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയാണ്. നോർമലി ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ഇപ്പോൾ ഞാനുൾപ്പെടെ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഫ്രൈങ് പാൻ തന്നെ അത് നമ്മൾക്ക് ഉണ്ടാവും. നോർമലി നമ്മൾക്ക് ആവശ്യം ഇപ്പോൾ 2 പേർ അല്ലെങ്കിൽ 3 പേരുണ്ടെങ്കിൽ ഒരു നോർമൽ മീഡിയം മതിയാവും. പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ഡിസൈൻ അവർ പിന്നെ പറയുമല്ലോ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിന് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലാണ്, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതും മേടിക്കും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ വിചാരിക്കും ഇത്രയും വലുത് വേണ്ട, ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ എടുക്കാം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി വെക്കും. അടുത്ത് വീണ്ടും നമ്മൾ പോകുമ്പോഴത്തേക്കും വീണ്ടും കാണുമ്പോൾ അത് കുറച്ച് വലുതായിരുന്നു, കുറച്ച് ചെറുത് മേടിക്കാം. ഒന്നും യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞ പോലെ പൈസ ചിലവാക്കുന്നു, കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട് സർ, മനസ്സിലാവുന്നുണ്ട്. ഈ പറഞ്ഞ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷോപ്പ് അങ്ങനെ സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ ഒരു 5 സാധനം മേടിക്കാനാണ് പോണത്. തിരിച്ചു വരുന്നത് 10-15 സാധനം തെറ്റാണ്. കറക്റ്റ് അല്ലേ? ആവശ്യമില്ലാത്ത സാധനമാണ്, നമ്മൾ അറിയാതെ സ്പെൻഡ് ചെയ്യണം. ഇതിനെയാണ് ഓട്ടക്കൈ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കിച്ചൺ ഷെൽഫ്സ് നോക്കിയാൽ അറിയാം, ഇതിനകത്തൊരു 50% സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇത് നമുക്ക് കറക്റ്റായിട്ട് തിരുത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞില്ലേ, EFTയുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം, ഈ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് ഇവരുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധനം കാണുമ്പോൾ മേടിക്കണം, ഈ സാധനം വേണം എന്ന ഒരു റോങ് ആയിട്ടുള്ള ഈ മൈൻഡിൻ്റെ ഈ കോൺസെപ്റ്റ് മാറ്റാൻ പറ്റും, ആ പ്രോഗ്രാം മാറ്റാൻ പറ്റും. നമ്മളെ മൈൻഡിൻ്റെ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് വേണം, ഇത് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് യാതൊരു കാരണവശാലും ചിന്തിക്കുന്നില്ല. ഒരു വെറുതെ ആ ഇൻസ്റ്റൻസിൽ ഒരു പ്രൊവക്കേഷൻ പോലെയാണ്. അങ്ങനെ പോയി മേടിക്കുന്നു. മേടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ കയ്യിൽ കാശ് പോയി. ഇത് കൃത്യമായിട്ടും വളരെ സിമ്പിളായിട്ട് EFT വെച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് മാറ്റാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഓട്ടക്കൈ മാറി ഓട്ട ഇല്ലാത്ത കൈയായിട്ട് അവരുടെ പേഴ്സിലും ബാങ്കിലും ഒക്കെ പൈസ നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലത്തെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ അങ്ങേറ്റത്തെ ലിമിറ്റ് വരെ പലരും എല്ലാ മാസവും സ്പെൻഡ് ചെയ്ത് തീർക്കുകയാണ്. കടത്തിലാണ്, കയ്യിലുള്ള കാശിനല്ല, കടത്തിനാണ് സ്പെൻഡ് ചെയ്യണത്. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാക്കിയില്ല എങ്കിൽ ലൈഫ് വിൽ ബി വെരി 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 ഡിഫിക്കൽട്ട്. എല്ലാ ആൾക്കാർക്കും ഉണ്ടത്. ഒരു 95% വേണമെങ്കിൽ പറയാം, 95% ആൾക്കാർക്ക് ഇതുണ്ട്. കടയിപ്പം മാത്രമല്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതുപോലത്തെ മീഡിയസ്, ഇതുപോലത്തെ ഇതിൽ കയറിയിട്ട് അവർ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്യും. ആ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു രീതിയുണ്ട് കേട്ടോ. വെറുതെ നമ്മൾ മനസ്സിൽ ഒരു ഷൂസ് നോക്കാം, പറയും വെറുതെ നോക്കാം, എൻ്റെ കയ്യിൽ ഷൂസ് ഉണ്ട്, വെറുതെ നോക്കാമെന്ന് പറഞ്ഞ് ആദ്യം കയറി കുറേ ഷൂസൊക്കെ നോക്കും. അപ്പോൾ ആദ്യം കയറി നോക്കി, മിക്കവാറും 2 ദിവസത്തിനകത്ത് നമ്മൾ ആദ്യം പോണത് ഷൂസ് നോക്കാമെന്ന് പറയാം. വീണ്ടും ഷൂസ് നോക്കി. ഒരു ഏറിയ പങ്ക് ആൾക്കാരും ഒരു ഷൂസ് മിക്കവാറും ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസത്തിലേക്ക് അത് ഷോപ്പ് ചെയ്തിരിക്കും. ഒരു ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അത് കാണുമ്പോഴത്തേ നമ്മൾ അറിയാണ്ട് അതിലോട്ട് പോകും. ഇത്ര രൂപയുടെ സാധനമാണ്, ഇത്രയും ഡിസ്കൗണ്ട് വന്നല്ലോ, ഇപ്പൊ 70% ഡിസ്കൗണ്ട്, അപ്പൊ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ടല്ലേ മേടിക്കുന്നത് നോർമലി. ഇത് നമുക്കാർക്കും അറിയാത്ത, പലർക്കും അറിയാത്ത ഒരു സംഭവമുണ്ട്. പിന്നെ പറഞ്ഞ കവേർഡ് ഹിപ്നോസിസ് എന്നാണ് പറഞ്ഞത്. കവേർഡ്, അറിയാണ്ട് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. അല്പം ആ ഒരു പ്രോഗ്രാം റോങ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ ഇതിൽ ചെന്ന് പെട്ടുപോകും. സാധനം വില കുറച്ച് കിട്ടുന്നു, വാങ്ങിക്കാം. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ കിട്ടുമ്പോഴേ, ഈ വില കുറച്ച് കിട്ടുമ്പോഴേ മേടിക്കാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് മേടിക്കും.
അപ്പോൾ കൂടുതലായിട്ട് മേടിക്കും. വില കുറച്ച് കിട്ടുമ്പോഴല്ലേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ കൊടുക്കുന്നത് പൈസയാണെന്നും ഈ സാധനം എനിക്ക് റിയൽ ആയിട്ട് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണം. പലരുടെയും വാർഡ്രോബ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് എടുക്കാത്ത ഉപയോഗിക്കാത്ത എത്രയോ ടൈപ്പ് ഡ്രസ്സ് വെറുതെ വെച്ചിട്ടുണ്ട്. ആ വാർഡ്രോബിലെ ഡ്രസ്സ് എടുത്തിട്ട് അതിനകത്ത് എത്ര കാശിൻ്റെ സാധനമാണ് മേടിച്ച് വെച്ചിരിക്കണമെന്ന് നോക്കിയാൽ മനസ്സിലാവും. ശരിയല്ലേ മാഡം? അതെ. അപ്പോൾ വാർഡ്രോബ് മാത്രമല്ല, വീടിനകത്ത് നിങ്ങളൊരു ചെറിയൊരു അനലൈസ് ചെയ്യണം. എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇതിന് എത്രയൊക്കെ കാശായി, എത്ര കാശ് റെസ്റ്റോറൻറ്റ് സ്പെൻഡ് ചെയ്തു, ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. ഓട്ടക്കൈ എന്ന് പറഞ്ഞത് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമാണ്. ഓട്ടക്കൈ ആയി പോകുന്നതാണ്. ചൈൽഡ്ഹുഡിൽ കുട്ടികൾക്ക് സാധനം കൊടുക്കുന്നു, കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അച്ഛന് സന്തോഷം, കുട്ടിക്ക് സന്തോഷമാവും. അപ്പോൾ കുട്ടിക്ക് എന്നും ആ കുട്ടി വളർന്നു വരുമ്പോൾ പുതിയ 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 സാധനങ്ങൾ കിട്ടുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈ സാറ്റിസ്ഫാക്ഷൻ 2 ദിവസം മാത്രമേ നിൽക്കത്തുള്ളൂ, മാക്സിമം ഒരാഴ്ച. ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ പോലും എത്ര മാസമാണ് അതിന് സാറ്റിസ്ഫാക്ഷൻ നിൽക്കുന്നത്? വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പുതിയ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ, പുതിയ ഷൂസ് മേടിക്കുമ്പോൾ, പുതിയ യൂട്ടൻസിൽസ് മേടിക്കുമ്പോൾ വളരെ കുറച്ച് സമയത്ത് സാറ്റിസ്ഫാക്ഷനാണ്. ഇത് നീഡുണ്ടോ ഈ സാധനം മേടിക്കണത്? ഇസ് ഇറ്റ് നെസസറി? പലരും ചോദിക്കാറില്ല. അങ്ങനെ നോക്കിയാൽ പൈസ പേഴ്സിലും ബാങ്കിലും കിടക്കും. പല ആൾക്കാർക്കും പേഴ്സിനകത്ത് പൈസ ഇരിക്കുമ്പോൾ ബാങ്കിൽ പൈസ എടുക്കുമ്പോൾ ഒരു സോർട്ട് ഓഫ് ഇറിറ്റേഷനാണ്. ഇത്ര കാശുണ്ടല്ലോ, അപ്പോൾ ഇത് മേടിക്കാം. ഇത്ര കാശുണ്ട്, എനിക്ക് ഒരു ഷെയർസ് മേടിച്ചിടാം, അല്ലെങ്കിൽ ഗോൾഡ് മേടിച്ച് വെക്കാം എന്നല്ല. എനിക്ക് ഈ സാധനം മേടിക്കാം, ആ സാധനം മേടിക്കാം എന്ന് അവർക്ക് ഇങ്ങനെ കാണണം. ഈ സാധനം മേടിക്കാനുള്ള ഒരു അഡിക്ഷൻ പോലെയാണ്. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. പല ആൾക്കാരും ലൈഫിൽ സീറോ ആവാൻ കാരണം, ഫിനാൻഷ്യലി സീറോ ആയിട്ട് സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം, ദ മെയിൻ ഇഷ്യൂ ഈസ് ആ ഓട്ടക്കൈയുടെ ഇഷ്യൂ ആണ്. മീൻസ് അൺനെസസറി സ്പെൻഡിങ്. ഈ സ്പെൻഡിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡ്, ആ സ്പെൻഡിങ്ങിൻ്റെ പ്രോഗ്രാം മാറ്റിയാലേ പറ്റൂ. കാരണം ഇത് നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇത് ഫോളോ ചെയ്യും. പല വീട്ടിലും കുട്ടികൾ ഒരു 15 to 20 ഇയേഴ്സിനിടയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഷൂസ് കാണും. അത് വളരെ കൂടിയതാണ്. 5000, 10,000 രൂപ വീട്ടിൽ. അവരുടെ ഫിനാൻഷ്യൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാനുള്ള കാപ്പബിലിറ്റി ഇല്ല. ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്താലേ പറ്റുള്ളൂ. ഈ പ്രോഗ്രാം ചേഞ്ച് ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ കുട്ടികളും രക്ഷപ്പെടും. അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മണി. കാശ് ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്താൽ പൈസക്കൊരു എനർജി ഉണ്ട്. പൈസ വിചാരിക്കും ഇയാളെ വന്നിട്ട് കാര്യമെന്ന് പറഞ്ഞിട്ട് പൈസ വിൽ ഗോ അവേ ഫ്രം യു. ഓക്കെ. അപ്പം EFTയിലൂടെ നമുക്ക് മണി ബ്ലോക്കും മാറ്റാം. അതിനൊപ്പം നമ്മളുടെ മണി നമ്മൾക്ക് നമ്മൾക്ക് പൈസ, അതെ, നമ്മളുടെ പൈസ നമ്മൾക്ക് വന്നു ചേരുന്ന പൈസ പുറത്ത് പോകാണ്ട്, ചോർന്നു പോകാണ്ട്, എന്താ പറയാ, സേവ് ചെയ്യാനും സുരക്ഷിതമായിട്ട് വെക്കാനും EFTയിലൂടെ കഴിയും. തീർച്ചയായിട്ടും പറ്റും. ഓക്കെ സർ, താങ്ക് യു.